ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചാൽ അയാൾ സ്വന്തം ആഗ്രഹങ്ങളും സുഖസൗകര്യങ്ങളും വെടിഞ്ഞ് ദിനംതോറും തൻ്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ജീവിക്കണമെന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള ആത്മീക ആലോചനകളാണ് നമ്മുടെ പ്രബോധനത്തിനും ആത്മീക വർധനവിനും ആശ്വാസത്തിനും ഉതകുന്നത് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പണ്ഡിതോചിതമായ ഒരു പഠനം എന്നതിനേക്കാൾ നാം ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശയങ്ങൾ അത് കുറിച്ചിട്ടത് ഞാനൊന്ന് ക്രമമായി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഓർപ്പിച്ച് ഉണർത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ലേഖനം വായിച്ചപ്പോൾ ഒരുപാട് പദങ്ങൾ ആവർത്തിച്ച് ഉണ്ടെങ്കിൽ തന്നെയും കൃപ എന്ന പദം എല്ലാ അധ്യായങ്ങളിലും ആവർത്തിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ കൃപയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തിരിക്കുന്ന പ്രത്യേക വിശേഷണം അത് മറ്റ് ഭാഗങ്ങളിൽ കാണാത്തതായതുകൊണ്ടും അതെൻ്റെ ശ്രദ്ധയിൽ ആകർഷിച്ചു. ആ സത്യകൃപയിൽ നിലനിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അങ്ങനെ നിലനിൽക്കുന്നവരുടെ ലക്ഷണമായിട്ട് ചില കാര്യങ്ങൾ ഈ ലേഖനത്തിലൂടെ പോയപ്പോൾ മനസ്സിലാക്കാനിടയായിട്ട് തീർന്നു. അത് ഓരോന്നാണ് ഞാൻ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇന്ന് നാം 2-ാം അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ഓൾറെഡി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. എല്ലാ ഭാഗങ്ങളും വിശദീകരിച്ചല്ല പോകുന്നത്. അതിലെ സന്ദേശം ദൈവാത്മാവിന് നമ്മോട് പറയിക്കാനുള്ള സന്ദേശമാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലെ പരിമിതിയുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഈ 2-ാം അധ്യായത്തിൽ ചിന്തിച്ചു കഴിഞ്ഞു. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വളരുന്നവരാണ്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കും. ചില പാഠങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ദൈവമക്കളായ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പദവികളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ അത് ചിന്തിക്കാനായിട്ട് സാധിക്കും. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ തിരിച്ചറിവുള്ളവരാണ്. ഏകദേശം 10 കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് അറിവുള്ളത് തന്നെയാണെങ്കിൽ തന്നെയും ഒന്ന് കൊണ്ടുവരുവാൻ ഞാൻ ശ്രമിച്ചു. ഇന്ന് തുടർന്ന് 11 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിലെ ഒരു കാര്യമാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടെ ഈ 2-ാമത്തെ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് അതിനാധാരമായിട്ട് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 11ഉം 12ഉം വാക്യങ്ങൾ. പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാറെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സംരക്ഷണ ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവർക്കിടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ ഈ 11 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പ്രത്യേകമായ തലക്കെട്ടിൽ നമുക്കത് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതിൽ ഇന്ന് വായിച്ച ഈ 2 വാക്യങ്ങളിൽ നിന്ന് അതിനുള്ള ചില സൂചനകൾ എങ്ങനെയാണ് ആ പാഠം മനസ്സിലായത്, ആ സത്യം മനസ്സിലായതെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ ഈ 11ാമത്തെ വാക്യത്തിൽ ജഡമോഹങ്ങളെ വിട്ടകന്ന്, അതുപോലെ തന്നെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട്, ഈ 2 വാക്യങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ഊന്നൽ കൊടുത്ത് പത്രോസ് എഴുതിയിരിക്കുന്ന ഒരു പ്രയോഗം ഇതാണെന്നാണ് വേദപണ്ഡിതർ മിക്കവരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞ്. നമ്മുടെ കർത്താവും അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല പ്രവൃത്തികളെ കേട്ടറിഞ്ഞിട്ട് എന്നല്ല, കണ്ടറിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ചിത്രമായിട്ട് നമുക്ക് അത് എടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അടുത്ത പാഠം ഇങ്ങനെയാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 11 മുതൽ 25 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അവർ
ഫലം കായ്ക്കുന്ന ജീവിതം നയിക്കുന്നവരാണ്. ഫലം കായ്ക്കുന്നവരാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതത്തിന് ഉടമകളാകണം എന്നുള്ളതാണ്. ആകാത്ത ഫലമല്ല, നല്ല ഫലം കായ്ക്കുന്നവരായിട്ട് തീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ എനിക്കും നിങ്ങൾക്കും നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസ്സിൽ നല്ല ഫലം കായ്ച്ച് ജീവിക്കാൻ സാധിക്കും? അതിനുള്ള 2 പ്രമാണങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പഠിക്കാൻ സാധിക്കും. അതിലൊന്നാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നാം വായിച്ചതുപോലെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് എന്നുള്ള ഒരു പ്രയോഗം കാണുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും, വിട്ടകലുന്നതിലൂടെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം എനിക്കും നിങ്ങൾക്കും കാഴ്ചവെക്കാൻ സാധിക്കും. വിട്ടകന്ന് നമുക്ക് ജീവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു സത്യം ഈ 2 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വിട്ടകലണം എന്നുള്ള പ്രബോധനം അല്ലെങ്കിൽ പ്രമാണം തിരുവെഴുത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് വിട്ടോടണം, വിട്ടകലണം എന്നുള്ള പ്രയോഗം എന്നുള്ളത്. ഈ പ്രമാണത്തിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്ന ചരിത്ര സംഭവം ഇതിനോടകം നിങ്ങളുടെ മനതാരിൽ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, യോസേഫിൻ്റെ ചിത്രമാണ്. യോസേഫിൻ്റെ ചിത്രം വിട്ടകലുന്ന ഒരു ജീവിതത്തിന് മകുടോദാഹരണമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ അന്ന് ലഭിച്ചിരുന്ന, നമുക്ക് ഇന്നത്തെ പോലെയുള്ള ഈ തിരുവെഴുത്തുകൾ, ഇന്നത്തെ പോലെയുള്ള പ്രബോധനങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ തനിക്ക് ലഭിച്ച വെളിച്ചത്തിനനുസരിച്ച് ഈ പ്രമാണം വളരെ വിശ്വസ്തയോടുകൂടെ പാലിച്ച വ്യക്തിയാണ് യോസേഫ് എന്നുള്ളത് യോസേഫിൻ്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ പാഠത്തിന് ആമുഖം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇതിലേക്ക് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വിട്ടകലുന്നതിലൂടെ എനിക്കും നിങ്ങൾക്കും ഫലം കായ്ക്കുന്ന ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. യോസേഫിൻ്റെ ജീവിതം അതിന് മകുടോദാഹരണമാണ്. അതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ജീവിതം വിട്ടകുന്നത് കൊണ്ട് ഫലകരമായി തീർന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ എന്നാണ് വായിക്കുന്നത്. അപ്പോൾ യോസേഫിൻ്റെ ജീവിതം ഫലപ്രദമായി തീർന്നത്, ഫലം കായ്ക്കുന്നതായി തീർന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രമാണം അവൻ മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. വിട്ടകലേണ്ട കാര്യങ്ങളിൽ അവൻ വിട്ടകലുവാൻ ശ്രദ്ധ വെച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അവൻ്റെ ജീവിതം ഫലം കായ്ക്കുന്നതായി തീർന്നു, ഫലം നൽകുന്നതായി തീർന്നു, ഫലപ്രദമായൊരു വൃക്ഷമെന്ന ദൈവാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നതായി തീർന്നു എന്നുള്ളത് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ കുറേ കൂടെ കാലങ്ങൾ കഴിഞ്ഞു, ദൈവത്തിൻ്റെ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പുരോഗമനപരമായി ലഭിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങൾ ആ വെളിപ്പാടിലൂടെ വെളിപ്പെടുത്താൻ ഉപയോഗിച്ച ദാവീദ് ഈ പ്രമാണം ഗൗരവമായെടുത്തില്ല. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വ്യക്തമായ ഇടപെടലുകൾ അനുഭവിച്ച ശിംശോൻ ദൈവത്തിൻ്റെ ഈ പ്രമാണം ഗൗരവമായെടുത്തില്ല. അതിൻ്റെ തൽഫലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിവുള്ളതാണ്. അവരുടെ ജീവിതം പരാജയപ്പെടാൻ ഇടയായിട്ട് തീർന്നു. എന്നാൽ ദാവീദും അതുപോലെ തന്നെ ശിംശോനും അതിൽ നിന്ന് എഴുന്നേറ്റു എന്നുള്ളത് ശരിയാണെങ്കിലും അതിനവർ കൊടുത്ത വില വളരെ വലുതായിരുന്നു എന്നുള്ളത് ഈ സത്യത്തിൻ്റെ പ്രാധാന്യവും ഗൗരവവും ആ ചരിത്ര സംഭവങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിട്ടകന്ന് ജീവിക്കണം, വിട്ടകലുന്നതിലൂടെ ഫലകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. യോസേഫിൻ്റെ ജീവിതം മകുടോദാഹരണമായിരിക്കുമ്പോൾ അതിൻ്റെ എതിർദിശയിൽ ദാവീദിനുണ്ടായ സംഭവവും ശിംശോന്റെ ജീവിതവും നമ്മുടെ മുമ്പിൽ ബുദ്ധിപദേശമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിരത്തുകയാണ്. അപ്പോൾ ഞാനും നിങ്ങളും കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ നൽകുന്ന ആയുസ് വിട്ടകലുന്നതിൽ, ആ പ്രമാണം കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുവാനായിട്ട് ശ്രമിക്കണം.
ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും വീണുപോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ മേഖലയിൽ എങ്കിൽ തന്നെയും ഈ ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ കൂടെ കാലാകാലങ്ങളിൽ ദൈവത്തിൻ്റെ ദാസിമാരിലൂടെ ഇങ്ങനെ പ്രബോധനങ്ങൾ നൽകുമ്പോൾ അത് മുറുകെ പിടിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത് ആവശ്യമാണ്. ആമുഖമായിട്ട് ആ കാര്യം, ആ വിട്ടകലുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം തിരുവെഴുത്തിലെ സംഭവങ്ങളിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഓർപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇക്കാലങ്ങളിൽ ഒരു പക്ഷേ നമുക്കറിയാം യോസേഫിനുള്ളതുപോലെ ദാവീദിന് സംഭവിച്ചതുപോലെ ശിംശോൻ നേരിട്ടതുപോലെയുള്ള കാര്യങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസികളായ നമുക്ക് വരുന്ന ഒരു അപകടം കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർത്താവാണല്ലോ നമ്മുടെ ഡിക്ഷണറി എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും റെഫർ ചെയ്യാനായിട്ട് ഉള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവാണ്. കർത്താവ് പറഞ്ഞ ആ ഭാഗം ഒന്ന് നോക്കുമ്പോൾ ഈ വിട്ടകലുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനും നമ്മളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, നാമും അനുദിനം ശ്രദ്ധിച്ചില്ലെങ്കിൽ പരാജിതരാകും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഇതിനോടനുബന്ധിച്ച് നമുക്കൊന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അവരവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അതിരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. ഓക്കെ, അതിന് അവസാനം കർത്താവ് പറഞ്ഞ യെശയ്യാ പ്രവാചകൻ്റെ ആ പ്രവചനത്തിൻ്റെ കോട്ട് ചെയ്തുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ വാക്ക്, കപടഭക്തിക്കാരായ അന്നത്തെ ആ മതനേതൃത്വത്തെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചുവോ? ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. ഹൃദയം വിട്ടകന്നിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. അപ്പോൾ ഈ അപകടമാണ് ഒരു പക്ഷേ പ്രത്യക്ഷമായിട്ടുള്ള പാപങ്ങളെക്കാൾ പരോക്ഷമായി അല്ലെങ്കിൽ നാം അറിയാതെ തന്നെ മുറുകെ പറ്റുന്ന ഒരു പാപമായി നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുവാൻ സാധ്യത. ഹൃദയം കൊണ്ട് കർത്താവിനെ വിട്ടകലുന്ന അവസ്ഥ. കർത്താവ് അത് അവരുടെ മുഖത്ത് നോക്കി പറയുകയാണ്. കർത്താവിൻ്റെ ടീച്ചിങ്ങിൻ്റെ പ്രത്യേകത നോക്കൂ. അവരുടെ ആ കുറവ് അവരുടെ മുഖത്ത് തന്നെ നോക്കി അവരെ വിളിക്കുകയാണ്. അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും ഉത്തമന്മാരായ വ്യക്തികളാണ്. അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ച് നിങ്ങളതിൽ ഏറ്റവും അറിവുണ്ടെന്ന് അഭിമാനം കൊണ്ട് നിങ്ങളത് പ്രസ്താവിച്ച് നടക്കുന്ന യെശയ്യാവ് തന്നെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച്. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കി തന്നെ വ്യക്തമായി അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന കർത്താവിൻ്റെ നല്ലൊരു മാതൃക നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവരുടെ കുറവ് എന്താണ്? ഹൃദയം കൊണ്ട് വിട്ടകന്നു, എന്നാൽ വിട്ടകലാത്ത പോലെ ജീവിക്കുക, ആ രീതിയിൽ അഭിനയിക്കുന്ന ഒരവസ്ഥ. പ്രിയമുള്ളവരെ, ഇത് എന്നിലും നിങ്ങളിലും ക്രമാനുഗതമായ രീതിയിൽ വർദ്ധിച്ചു വരുവാനായിട്ട് സാധ്യതയുണ്ട്. ഞാനും നിങ്ങളും അറിയാതെ തന്നെ മറ്റുള്ളവരിൽ മതിപ്പുളവാക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ മിടുക്കനാണെന്ന് കാണിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഹൃദയം കൊണ്ട് കർത്താവിൽ നിന്ന് അകലം പാലിച്ചാണ് നാം നടക്കുന്നതെങ്കിൽ തന്നെയും, എന്നാൽ ഞാൻ ഏറ്റവും അടുത്താണ് ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വിട്ടകലുക എന്നുള്ള ഈ പ്രയോഗം ഒരുപക്ഷെ യോസേഫിനെ പോലെയോ ദാവീദിനെ പോലെയോ ശിംശോനെ പോലെയോ നമ്മളിപ്പോൾ നേരിടുന്നില്ല എന്ന് വന്നേക്കും. ഒരു പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളായിരിക്കാം. എന്നാൽ എല്ലാവർക്കുമുള്ള ഒരു അപകടമാണ് കർത്താവ് അന്നത്തെ മതനേതൃത്വത്തെ നോക്കി പറഞ്ഞത്, ഹൃദയം കൊണ്ട് കർത്താവിൽ നിന്ന് അകലുന്ന അവസ്ഥ. ഇത് എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഇത്തരണത്തിൽ സമയമെടുക്കുന്നത് നല്ലതാണ്. ഈ വിട്ടകലുക എന്നുള്ള ഈ ക്രിയാപദം അത് നമുക്കറിയാം. തിരുവഴുത്തിലെ ഈ പദം പല ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരേ അർത്ഥമല്ല ഉള്ളത്. അതിൻ്റേതായ സന്ദർഭവും അതിൻ്റെ സാഹചര്യവും മനസ്സിലാക്കി വേണം അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ തിരുവഴുത്തുകളോട് നാം കൂട്ടിച്ചേർക്കുന്നവരായി തീരും. ഇവിടെ വിട്ടകലുക എന്നുള്ള പ്രയോഗം അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂസ് ടെൻസിലാണ്. കണ്ടിന്യൂസ് ടെൻസിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു തുടർമാനമായ പ്രക്രിയയാണ്. വിട്ടകലുക എന്ന് പറയുന്നത്
പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, അത് ഗ്രാജ്വലി ക്രമേണ സംഭവിക്കുന്നതാണ് എന്നുള്ളത് ആ ദൈവാത്മാവ് ആ പദം ഉപയോഗിച്ചതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹൃദയം കൊണ്ട് വിട്ടകന്ന് കർത്താവിനെ അകലം വിട്ട് പിൻചെല്ലുന്ന അവസ്ഥ അത് ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് എന്നിലും നിങ്ങളിലും സംഭവിക്കുന്നതല്ല. അതൊരു ഒരു ഗ്രാജ്വലി ക്രമേണ നടക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് എന്നാണ് അതിൻ്റെ അർത്ഥത്തെ, അതിൻ്റെ ആ വാക്കിൽ നിന്ന് തന്നെ ആ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ അപകടം എന്നിലും നിങ്ങളിലും വരാതിരിക്കാൻ നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞ ഒടുവിലായിട്ട് സഭകൾക്ക് പറഞ്ഞ ആ സന്ദേശത്തിലും പ്രധാനമായിട്ടും ഈ ആശയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്കിലും ആമുഖമായിട്ട് ഇത് പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 25 വരെ ഫലം കായ്ക്കുന്നവരാകും സത്യകൃപയിൽ നിലനിൽക്കുന്നവർ എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഫലം കായ്ക്കാനായി സാധിക്കുക? വിട്ടകലുക എന്ന പ്രമാണം ഞാനും നിങ്ങളും മുറുകെ പിടിക്കുമ്പോൾ അത് സാധിക്കും എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ ഭാഗം തന്നെ 11ഉം 12ഉമാണ് ഇന്ന് പ്രധാനമായിട്ട് നോക്കുന്നത്. ഈ 11ഉം 12ഉം നാം നോക്കുമ്പോൾ എന്തുകൊണ്ട് വിട്ടകലണം? ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചരിത്രങ്ങൾ തന്നെ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നതാണെങ്കിലും കുറേ കൂടെ വ്യക്തതയോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് 11ഉം 12ഉം വാക്യങ്ങളിൽ എന്തുകൊണ്ട് ഞാനും നിങ്ങളും വിട്ടകലണം എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതാണ് ഇനിയുള്ള സമയം പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് വിട്ടകലണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമതായിട്ട് ആ വാക്യം ആരംഭിക്കുന്ന പദം തന്നെയാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പ്രിയമുള്ളവരെ എന്നുള്ള പദം, പ്രിയമുള്ളവരെ. അപ്പോൾ നമുക്കിങ്ങനെ പഠിക്കാൻ സാധിക്കും, എന്തുകൊണ്ട് വിട്ടകലണം? പ്രിയമുള്ളവരായതിനാൽ. ഞാനും നിങ്ങളും പ്രിയമുള്ളവരാണ്. ആർക്കാണ് പ്രിയമുള്ളവരെ? ദൈവത്തിന് പ്രിയമുള്ളവരാണ്. പത്രോസിൻ്റെ ഈ ലേഖനം നാം പഠിക്കുമ്പോൾ ഇതിൽ ഈ 1ഉം 2ഉം ലേഖനങ്ങളിൽ ആവർത്തിച്ചു വന്ന ഒരു പ്രയോഗമാണ് പ്രിയമുള്ളവരെ എന്നുള്ളത്. ഈ പ്രിയമുള്ളവരെ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം അത് എത്രയും വാത്സല്യനിധികളെ, എത്രയും സ്നേഹം നിറഞ്ഞവരെ എന്നുള്ള ആ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഡിഗ്രി ഉൾക്കൊള്ളുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ദൈവത്തിനോടുള്ള ബന്ധത്തിലാണ് കൂടുതലും അത് യോജിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ പ്രിയമുള്ളവരായതിനാൽ നമുക്കിങ്ങനെ ഒന്നുകൂടെ പറയാം, ദൈവത്തിന് പ്രിയമുള്ളവരാണ് ഞാനും നിങ്ങളും. അപ്പോൾ ദൈവത്തിന് പ്രിയമുള്ളവരായി ഞാനും നിങ്ങളും തീർന്നതിനാൽ നാം ദൈവത്തിന് അപ്രിയമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടകലണം എന്നുള്ള പാഠമാണ് ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഈ പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ അനുവാചകരെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷെ വായിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, വളരെ കഠിനമായ ശോധനയുടെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവരോട് പറയുന്ന വാക്ക് പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവരെ എന്നുള്ള ആ പദപ്രയോഗം പത്രോസ് ഇവിടെ ഉപയോഗിക്കുമ്പോൾ അത് വായിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ആശ്വാസം, അവരുടെ മനസ്സിൽ ലഭിക്കുന്ന കുളിർമ അത് എത്ര വലുത് എന്നുള്ളത് നമുക്ക് ഭാവനയിൽ കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരായതിനാൽ വിട്ടകന്ന് ജീവിക്കണം എന്നുള്ള സത്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം, മുമ്പേ നാം പ്രിയമുള്ളവരൊന്നും ആയിരുന്നില്ല, ദൈവത്തിന് പ്രിയമുള്ളവരായിരുന്നില്ല. നമ്മെക്കുറിച്ച് വായിക്കുന്നത് മുമ്പേ നിങ്ങൾ ശത്രുക്കളായിരുന്നു. അപ്പോൾ ശത്രുക്കളായിരുന്ന നാം ഇന്ന് പ്രിയമുള്ളവരായി തീർന്നിരിക്കുന്നു. അതെത്ര വലിയൊരു അത്ഭുതമാണ്. നമുക്കറിയാം, അതിനുവേണ്ടി അവൻ കഴിച്ച വലിയ പ്രയത്നം, അതിൻ്റെ മഹത്വം, അതിന് കൊടുത്ത വിലയൊക്കെ നാം 1-ാം അധ്യായത്തിൽ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല, പൗലോസിൻ്റെ വാക്കുകൾ കൂടെ ഇതിനോടനുബന്ധിച്ച് നാം ചിന്തിച്ചാൽ അതിനുവേണ്ടി നമ്മെ പ്രിയമുള്ളവരാക്കി തീർക്കാനായിട്ട് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി തന്ന കൃപാമഹത്വം എന്നാണ് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. ശത്രുക്കളായ നമ്മെ പ്രിയമുള്ളവരാക്കി തീർക്കാനായിട്ട് അവൻ
തൻ്റെ പ്രിയനായ പിതാവായ ദൈവം തൻ്റെ പ്രിയനായവനിൽ നമ്മോട് കൃപ കാണിച്ചു, സൗജന്യമായി കൃപ കാണിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സമ്പാദ്യം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ദൈവത്തിൻ്റെ പ്രിയരായി തീരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സൗജന്യമായി തന്നെ ദൈവം തൻ്റെ കൃപയുടെ മഹത്വത്താൽ നമുക്ക് നമ്മെ പ്രിയരാക്കി തീർത്തു എന്നുള്ളതാണ്. എബ്രായ ലേഖനകാരൻ പറയുന്നത് ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്, എന്നേക്കുള്ള വിശുദ്ധീകരണം നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന ശത്രുക്കളായ നമ്മെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കാനായിട്ട് അവൻ കഴിച്ച വലിയ പ്രയത്നം, അതിൻ്റെ വലിയ വില, അതിൻ്റെ ഫലമായിട്ടാണ് ഞാനും നിങ്ങളും അവന് പ്രിയമുള്ളവരായി തീരാൻ ഇടയായിട്ട് തീർന്നത് എന്നുള്ളതാണ്. അങ്ങനെ പ്രിയമുള്ളവരായി തീർന്നത് കൊണ്ട് നാം വിട്ടകലണം എന്നുള്ള പ്രമാണമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തിമോഥെയോസിൻ്റെ ലേഖനം നാം പഠിച്ചപ്പോൾ ഇതിന് സമാനമായൊരു പ്രയോഗം പൗലോസ് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം വായിക്കേണ്ട 2-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇവയെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ ഉടമസ്ഥന് യോഗ്യമായ മാനപാത്രമായിരിക്കുമെന്ന് അവൻ. അപ്പോൾ ഇവയെ വിട്ടകന്ന് എന്നുള്ള പ്രയോഗം നാം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ തിരുവെഴുത്ത് ആവർത്തിച്ച് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ അത് വരേണ്ടതും നാം അതിനെ ഗൗരവത്തോടെ എടുക്കേണ്ടതുമാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഗൗരവം, ഈ പ്രിയമുള്ളവരാണ് നാം, അതുകൊണ്ട് വിട്ടകലണം. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് നമുക്കറിയാം, നമ്മുടെ ബുദ്ധിപദേശത്തിനായിട്ട് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രം നമ്മെ സഹായിക്കുന്നുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. ഇസ്രായേൽ രാജാവായ ശലോമോൻ ഇതിനാൽ പാപം ചെയ്തില്ലയോ? അവനെപ്പോലെ ഒരു രാജാവ് അനേകം ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അവൻ തന്റെ ദൈവത്തിന് പ്രിയനായിരുന്നതിനാൽ ദൈവം അവനെ എല്ലാ ഇസ്രായേലിലും രാജാവാക്കി. എങ്കിലും അവനെയും അന്യജാതിക്കാറ്റികളായ ഭാര്യമാർ വശീകരിച്ച് പാപം ചെയ്യിച്ചുവല്ലോ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച അതേ പ്രിയം എന്നുള്ള പദമല്ല അവിടെ ഉള്ളത് എങ്കിൽ തന്നെയും ഇതിനോട് അനുയോജ്യമായിട്ടുള്ള ഒരു ആശയം നമുക്കവിടെ ലഭിക്കുന്നത് കൊണ്ടാണ് അതുമായിട്ട് ചേർത്ത് ചിന്തിക്കാനായിട്ട് ഞാൻ ഇടയായിട്ട് തീർന്നത്. ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനെ കുറിച്ചാണ് ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചത്. ശലോമോന് കൊടുത്തിരിക്കുന്ന വിശേഷണം, ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തിരിക്കുന്ന വിശേഷണം, അവൻ തൻ്റെ ദൈവത്തിന് പ്രിയനായിരുന്നു. പക്ഷേ പ്രിയനായിരുന്നുവെങ്കിലും വിട്ടകലുവാൻ അവന് കഴിഞ്ഞില്ല എന്നുള്ളത് തൊട്ടടുത്ത വാചകം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ അപകടം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോന് സംഭവിച്ചെങ്കിൽ നിസ്സാരന്മാരായ നമുക്ക് എത്ര അധികം എന്നുള്ളത് ഓർപ്പിക്കാനായിട്ട് ഞാനത് കോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അപകടം വരാതിരിക്കാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇതിന് പ്രിയമുള്ളവരാണ്, അങ്ങനെ വിട്ടകന്ന് ജീവിച്ചു എന്നുള്ളതിന് മകുടോദാഹരണമായിട്ട് നമ്മുടെ അരുമനാഥൻ തന്നെയാണ് നമുക്കുള്ളത്. സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ ആവർത്തിച്ച് 2 തവണ നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തെ നോക്കി പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് വായിക്കുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ എനിക്ക് പ്രിയമുള്ളവനാണ് എന്നുള്ളത് പിതാവാം ദൈവം 2 തവണ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് അതിനെ തനിക്ക് സാധിച്ചത്, അതിൻ്റെ രഹസ്യം നാഗൽ സാഹിബിൻ്റെ പാട്ടിൽ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ പാടി സന്തോഷിക്കുന്ന ഒരു ഗാനമാണ്. ആ ഗാനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ വായിക്കാം. തൻ പിതാവിൻ്റെ ഹിതമെപ്പോഴും മോദമോടുടൻ ചെയ്തോനെ, തൻ പിതാവിൻ ഹിതമെപ്പോഴും മോദമോടുടൻ ചെയ്തോനെ, എൻ്റെ ഇഷ്ടവും ദൈവ ഇഷ്ടത്തിനനുരൂപമാക്കണമേ. അപ്പോൾ കർത്താവ് ഈ പ്രിയമുള്ളവനാണ് എന്നുള്ള ആ സാക്ഷ്യം ലഭിച്ചതിൻ്റെ ഒരു രഹസ്യമായിട്ട് ഭക്തൻ എഴുതിയിരിക്കുന്നത് അത് എനിക്കും വേണം എന്നുള്ള അർത്ഥത്തിൽ ഭക്തകവി അത് എഴുതിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പിതാവിൻ്റെ ഹിതം എപ്പോഴും മോദമോടുടൻ ചെയ്തോനെ, എങ്ങനെയെങ്കിലും ചെയ്തു എന്നുള്ളതല്ല, സന്തോഷത്തോടെ ചെയ്ത കർത്താവ്. അതുകൊണ്ട് തന്നെ പിതാവിനെ അങ്ങനെ സാക്ഷ്യപ്പെടുത്താൻ ഒരു വൈമനസ്യവും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ടുള്ള സന്തോഷമുണ്ടെങ്കിൽ, അത് നമ്മുടെ ആഗ്രഹമാണെങ്കിൽ,
തീർച്ചയായിട്ടും വിട്ടകലുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് കർത്താവിൻ്റെ ആ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം ദൈവത്തിന് എത്രയും പ്രിയരാണ്. ഈ സത്യം ശരിയായി വിശ്വാസമായി അത് നാം ഉൾക്കൊള്ളുന്നുവെങ്കിൽ, നാം മനസ്സിലാക്കുന്നുവെങ്കിൽ, അത് നാം ശരിക്കും അറിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിട്ടകലാനായിട്ട് സാധിക്കുമെന്നാണ് ഞാനിവിടെ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് എങ്ങനെ ദിനംതോറും നാം ദൈവത്തിന് പ്രിയരാണോ എന്ന് എങ്ങനെ അറിയാം? കഴിഞ്ഞ പ്രാവശ്യം ആത്മീക വളർച്ചയോടുള്ള ബന്ധത്തിൽ ഒരു എഴുത്തുകാരൻ്റെ ചില പ്രമാണങ്ങൾ ഓർക്കാനായിട്ട് ഇടയായിട്ടെത്തും. എന്നാൽ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാൻ സാധിക്കും. ഞാൻ ദൈവത്തിന് പ്രിയമുള്ളവനാണോ? അതെ, ക്രിസ്തുവിൽ കർത്താവിനെ കാണുമ്പോൾ, പിതാവിനെ കാണും, ഞാൻ പ്രിയമുള്ളവനാണ്, സംശയമില്ല. പക്ഷെ അതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്ങനെ എനിക്കത് ഈ അനുദിനം എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഒരു കാര്യം നാം ശ്രദ്ധിച്ചാൽ മതി. മറ്റൊന്നുമല്ല, ഓരോ ദിവസവും കർത്താവിൻ്റെ തിരുത്തലുകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ആ സത്യങ്ങൾ നാം രാവിലെ മിക്കവരും രാവിലെ ആയിരിക്കുമല്ലോ ധ്യാനിക്കാനായിട്ടിരിക്കുന്നത്. അങ്ങനെ വചനം ധ്യാനിച്ചു, നമ്മുടെ ജീവിതത്തിലെ ശരിയല്ലാത്ത മേഖലകൾ കർത്താവ് ചൂണ്ടിക്കാണിച്ചു തന്നു. അങ്ങനെയുള്ള തിരുത്തലുകൾ, ശാസനകൾ, ഞാൻ ഒരു മേഖല മാത്രമാണ് കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കാനായിട്ട് പ്രായോഗികമായി ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. മറ്റനേക തലങ്ങൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള തിരുത്തലുകൾ, ശാസനകൾ ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ പറയുകയാണ്, നാം വചനം ധ്യാനിച്ചു കഴിഞ്ഞ് നമ്മൾ പോകുന്നു. ആ പോകുന്ന സമയത്ത് നമുക്ക് പ്രത്യേകമായൊരു വ്യക്തിയെക്കുറിച്ച് വന്ന മനോഭാവം, നിനക്ക് ഇപ്പോൾ ആ തോന്നിയ മനോഭാവം ശരിയല്ല എന്നുള്ള ശാസന കേൾക്കാൻ കഴിയുന്നുണ്ടോ? നീ ആ വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചത് ശരിയായില്ല എന്നുള്ള ആ തിരുത്തലിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അവൻ നിന്നെ മുറിപ്പെടുത്തി, ശരിയാണ്, എന്നാൽ ഇപ്പോഴും അവനോട് ക്ഷമിക്കാത്ത മനോഭാവം നീ പുലർത്തുന്നില്ലേ? ഇങ്ങനെയുള്ള ശാസനയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ശാസിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ശാസനയുടെയും തിരുത്തലിൻ്റെയും അതോടൊപ്പം തന്നെ പ്രോത്സാഹനത്തിൻ്റെയും ഒക്കെ ആ ശബ്ദം, ആ അനുഭവം നമുക്ക് അനുദിനം അനുഭവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നാം ശരിയായ പാതയിലാണ്. കർത്താവിൻ്റെ സ്നേഹം ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇതിനോട് ചേർത്ത് പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വിട്ടകലാനായിട്ട് എന്നെയും നിങ്ങളെയും സഹായിക്കുന്നത് ഈ സ്നേഹബന്ധമാണ്. കർത്താവിൻ്റെ ശാസനയും കർത്താവിൻ്റെ തിരുത്തലുകളും നമുക്ക് ഡെയിലി അനുഭവിക്കാൻ സാധിച്ചാൽ വിട്ടകലാനൊരു പ്രയാസം ഉണ്ടായിരിക്കില്ല. പക്ഷെ അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ നാം ഹൃദയം കൊണ്ടെങ്കിലും വിട്ടകന്ന് പോയിക്കൊണ്ടേയിരിക്കും. അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതിൻ്റെ അപകടം വളരെ വലുതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് വിട്ടകലണം എന്നുള്ളതിന് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഭാഗത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്ന അടുത്ത പദം പ്രവാസികളും. പ്രിയമുള്ളവരെ, പ്രവാസികളും. അപ്പോൾ പ്രവാസികളായതിനാൽ ഇതിന് സമാനമായ പ്രയോഗങ്ങൾ ഇതിനു മുൻപ് 1-ാമത്തെ അധ്യായത്തിലും പത്രോസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗത്ത് നിന്ന് ചില ആശയങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞ് പോകാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രവാസികളായതിനാൽ ഞാനും നിങ്ങളും വിട്ടകലണം. അപ്പോൾ ഈ പ്രവാസികൾ എന്നുള്ളത് നമുക്ക് വളരെ പരിചയമാണ്. നമുക്ക് പലർക്കും അത് വളരെ വ്യക്തമായിട്ട് എന്നേക്കാൾ കൂടുതൽ അനുഭവമുള്ളവരുമാണ്. അന്യദേശത്ത് പാർക്കുന്നുവെങ്കിലും ആ രാജ്യത്തെ പൗരന്മാരുടെ യാതൊരു അവകാശവും ഇല്ലാത്ത വ്യക്തികൾ. അന്യദേശത്താണ് നമ്മൾ പാർക്കുന്നത്, എന്നാൽ ആ രാജ്യത്ത് താമസിക്കുന്ന പൗരന്മാരുണ്ട്, ആ രാജ്യത്തുള്ള പൗരന്മാർ, അവരുടെ യാതൊരു അവകാശങ്ങളും ഇല്ലാത്ത കൂട്ടർ, അങ്ങനെയുള്ളവരെയാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. നമ്മൾ ആ രീതിയിൽ നാം ചിന്തിച്ചാൽ നാം അന്യദേശത്താണ്. ഈ ലോകത്തിലെ ആളുകൾ എൻജോയ് ചെയ്യുന്ന ആ കാര്യങ്ങളൊന്നും നമുക്ക് ബാധിച്ചതിൽ യോഗ്യമായിട്ടുള്ളതിൽ ആ രീതിയിൽ നാം പ്രവാസികളാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഈ സത്യം നമുക്ക് കുറേ കൂടെ മനസ്സിലാക്കാൻ തിരുവെഴുത്തുകൾ തന്നെ നമ്മെ സഹായിക്കുന്നുണ്ട്. അതും എടുത്തു വായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ദാനിയേലിൻ്റെയും നെഹമ്യാവിൻ്റെയും ചരിത്രം ഒന്ന്
ഓർക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. ദാനിയേലിൻ്റെ ജീവിതം നമുക്കറിയാം, നല്ലൊരു കുടുംബത്തിലായിരിക്കാം അദ്ദേഹം ജനിച്ചിട്ടുണ്ടാവുക, നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട്, പ്രവാസികളായിട്ട് തീരേണ്ടതായിട്ട്, പ്രവാസ ജീവിതം കഴിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പ്രവാസികളായി ജീവിക്കുമ്പോൾ നമുക്കറിയാം, ആ 1-ാം അധ്യായത്തിലും അത് തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ നാം ദാനിയേലിൻ്റെ പ്രവചനം സൈലസംഗിൽ എടുത്തപ്പോഴും അത് വ്യക്തമായിട്ട് പറയാനായിട്ട് ശ്രമിച്ചത് ഞാൻ ഓർക്കാനിടയായിട്ട് തീർന്നു. ആ പേര് മാറ്റിയെങ്കിലും അവൻ്റെ സ്വഭാവം മാറ്റാനായിട്ട് സാധിച്ചില്ല, അവൻ്റെ ക്യാരക്ടർ മാറ്റാൻ സാധിച്ചില്ല, അവൻ്റെ മൂല്യങ്ങളെ മാറ്റാൻ സാധിച്ചില്ല, അവൻ്റെ സ്വന്തം ദേശത്തെ മറക്കാനായിട്ട് ശ്രമിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് ഞാൻ ഓർത്തു പോകുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ സംബന്ധിച്ചും ദാനിയേലിൻ്റെ ജീവിതം ഈ പ്രവാസ ജീവിതത്തിന് മകുടോദാഹരണമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നെഹമ്യാവിൻ്റെ ജീവിതവും. അവൻ്റെ രാജ്യത്തിൻ്റെ മൂല്യങ്ങൾ, അവൻ്റെ ദൈവം അവന് കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങൾ, അതൊന്നും വിട്ടുകളയാതെയാണ് അവൻ്റെ പ്രവാസകാലം കഴിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ മനോഹരമായി തോന്നി. അത് ഒന്ന് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. പ്രവാസികളാണ് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നാം ആ പ്രവാസികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ചിന്തിച്ച് തന്നെ പറയുകയാണ്, നമുക്ക് പോകാൻ നല്ലൊരു ദേശം. നമ്മൾ ഇന്ന് പ്രവാസികളാണ്, നമ്മൾ അന്യദേശത്താണ്. നാം ഇന്ന് മനോഹരമായ പാട്ടിൽ അത് പാടി സന്തോഷിക്കുകയായിരുന്നു. നാം ഇന്ന് അന്യദേശത്താണ് താമസിക്കുന്നത് എങ്കിലും നമുക്ക് പോകാൻ നല്ലൊരു ദേശമുണ്ട്. മാത്രമല്ല താൻ ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്, അവിടെ നല്ലൊരു നാഥനുണ്ട്, രാജാതിരാജനുണ്ട്. ആ നാട്ടിൽ നല്ലൊരു രാജാവുണ്ട്. മാത്രമല്ല അവൻ ഇന്ന് നമുക്ക് പാലിക്കാൻ തൻ്റെ രാജകീയ പ്രമാണം തന്നിട്ടുണ്ട്, രാജകീയ ന്യായപ്രമാണം തന്നിട്ടുണ്ട്. മാത്രമല്ല ആ രാജാവിനെ കുറിച്ച് അറിയിക്കാൻ മനോഹരമായൊരു സന്ദേശവും അവൻ തന്നിട്ടുണ്ട്. ന്യായമായത് തരാമെന്നവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു എഴുത്തുകാരൻ്റെ കോട്ട് ഇതിനോടനുബന്ധിച്ച് നല്ലതായി തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന്. അതേ പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ പ്രവാസികളാണ്. അതുകൊണ്ട് നാം ഒരു നല്ലൊരു ദേശത്തേക്ക് പാർക്കാൻ പോകുന്നവരാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ആ നല്ല നാട്ടിലെ രാജാവ് തൻ്റെ രാജകീയ പ്രമാണം നമുക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല ആ രാജാവിനെ കുറിച്ച് അറിയിക്കാൻ രാജകീയമായൊരു സന്ദേശവും നമുക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല ഈ രാജാവിനെ ഈ കാലഘട്ടത്തിൽ നാം സേവിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ന്യായമായത് തരാമെന്നവൻ ചൊല്ലിയിട്ടുണ്ട് എന്നാണ് ആ എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം നാം വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിലേക്ക് നാം ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിനോടനുബന്ധിച്ച് ഇസ്രായേൽ മക്കളുടെ ആ മരുയാത്രയോടുള്ള ബന്ധത്തിൽ പ്രവാസികളായവർ ഓർക്കേണ്ട ചില പ്രമാണങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അത് ഒന്ന് പറഞ്ഞു പോവുകയാണ്, എടുത്ത് വായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ കടന്നു പോകുന്നവരാണ്. 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ചിത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവർ കടന്നു പോകുന്നവരാണ് എന്ന് വെച്ചാൽ സ്ഥിരവാസക്കാരല്ല. അപ്പോൾ പ്രവാസികളായത് എന്ന് പറയുമ്പോൾ നാം ഇവിടെ സ്ഥിരവാസക്കാരല്ല, കടന്നു പോകുന്നവരാണെന്നുള്ള ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ആവർത്തന 2:4 അതുപോലെ താഴെ നാം വായിക്കുന്നുണ്ട് ഏദോമിനെ കുറിച്ചും മോവാബിനെ കുറിച്ചും വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കറിയാം വ്യത്യസ്ത ജാതികളുടെ നടുവിലൂടെയാണ് അവരുടെ യാത്ര. നമ്മളും ഈ പ്രവാസ കാലഘട്ടത്തിൽ സമ്മിശ്രമായ ആളുകളുടെ ഇടയിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത് എന്നുള്ളതിന് യാതൊരു സംശയം. അതുകൊണ്ട് ദൈവാത്മാവ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. പ്രവാസ ജീവിതം നയിക്കുന്ന നമ്മെ സംബന്ധിച്ചും ആത്മീകമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് പറയുന്നത് ഞാനും നിങ്ങളും വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ നാം ആ ഭാഗത്ത് തന്നെ വായിക്കുന്നുണ്ട്, അർഹമല്ലാത്തതൊന്നും എടുക്കരുത് എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ യാത്രയിലും ആ പ്രമാണം നമുക്കും പാലിക്കുക. അങ്ങനെ ഒട്ടനവധി പ്രമാണങ്ങൾ ആവർത്തന പുസ്തകം 2-ാം അധ്യായം പരിശോധിക്കുമ്പോൾ പ്രവാസികളോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നാം പ്രവാസികളാണ്, നമ്മുടെ സ്വന്തം ദേശം ഇതല്ല, നാം അന്യദേശത്ത് പാർക്കുന്നവരാണ് എന്നുള്ള ചിന്ത ചില കാര്യങ്ങളെ വിട്ടകലുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത പദം തന്നെ ഏകദേശം ഇതൊക്കെ സിനോണിംസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എങ്കിലും
ഞാനതൊന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരദേശികളായതിനാൽ എന്നുള്ളതാണ്. പരദേശികളായതിനാൽ. എന്തുകൊണ്ട് വിട്ടകലണം എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു, പരദേശികളായതിനാൽ. പരദേശികളായതിനാൽ നമുക്കറിയാം, പരദേശികൾ എന്ന് വെച്ചാൽ സ്വന്തം സ്ഥലത്ത് അല്പകാലം മാത്രം താമസിക്കുന്ന ഉദ്ദേശിക്കപ്പെട്ട ആളുകളാണ്. നമുക്ക് എബ്രായ ലേഖനം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതം ഈ പരദേശ പ്രയാണത്തിന് മകുടോദാഹരണമായിട്ട് എടുക്കാനായിട്ട് സാധിക്കും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ എടുത്ത് വായിക്കുന്നില്ല, നമുക്കറിവുള്ളതാണല്ലോ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 11-ന്റെ 10-14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പരദേശ പ്രയാണത്തിൽ അവർക്കുണ്ടായ ഒരു പ്രത്യേകത, അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 10-14 വാക്യങ്ങൾ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇങ്ങനെ പറയുന്നവർ ഒരു മിത്രദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ ദീർഘദൃഷ്ടിയെക്കുറിച്ചാണ് അവിടെ മനസ്സിലാക്കാനായിട്ട് ദൈവം ശില്പി, അവരുടെ അപ്പോഴുള്ള അനുഭവമല്ല പറയുന്നത്, അവരുടെ കാത്തിരിപ്പാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരത്തിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രം. അപ്പോൾ അവരുടെ ദീർഘവീക്ഷണമുള്ളവരായിരുന്നു ഈ പരദേശം. എന്ന് വെച്ചാൽ ഉയരത്തിലേക്കുള്ള കാഴ്ച അവർക്ക് വളരെ ഉന്നതമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പത്രോസിൻ്റെ 2-ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ക്രിസ്തുദൃഷ്ടിയുള്ളവനും തൻ്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് തൊട്ട് മുകളിലുള്ള കാര്യം, അവയില്ലാത്തവൻ എന്ന് വെച്ചാൽ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എന്താ മുകളിൽ പറഞ്ഞിരിക്കുന്നത്? ഈ നാം പാർക്കാൻ പോകുന്ന രാജ്യത്ത് ജീവിക്കാനുള്ളവരുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ട മൂല്യങ്ങളാണ്, അവർക്കുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങളാണ്. ഈ ഗുണഗണങ്ങളില്ലാത്തവൻ അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനാണ്. എന്നാൽ അബ്രഹാമിനെക്കുറിച്ചും ആ പൂർവ്വപിതാക്കന്മാരെക്കുറിച്ചും നാം നോക്കുമ്പോൾ അവർ ദീർഘദൃഷ്ടിയുള്ളവർ, അവർ ഉയരത്തിലേക്ക് എപ്പോഴും ചിന്തിക്കുന്നവരായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് സാധിക്കും. ഇതിനോടനുബന്ധിച്ച് ഈ പ്രവാസികളും പരദേശികളും എന്നുള്ള ആ പ്രയോഗത്തോടുള്ള ബന്ധത്തിൽ ചില പാഠങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനതൊന്ന് വേഗത്തിലൊന്ന് പറഞ്ഞ് അടുത്ത പാഠത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതെടുത്ത് വായിക്കേണ്ട. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, കുറുനിരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല. അപ്പോൾ പരദേശ പ്രയാണം അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിന് മകുടോദാഹരണം നമ്മുടെ കർത്താവ് തന്നെയാണ് എന്നുള്ളത് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 84-ലേക്ക് വരുമ്പോൾ, ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്, എടുത്തു വായിക്കേണ്ടതില്ല. സങ്കീർത്തനം 84-ന്റെ 6-ഉം 7-ഉം വായിക്കുന്ന ഒരു പ്രയോഗം, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. സിയോൻ യാത്രക്കാരാണ്, കണ്ണുനീർ താഴ്വരയാണ് അവർക്കുള്ളത്. ഈ പ്രവാസ കാലഘട്ടത്തിൽ കണ്ണുനീർ താഴ്വരയുടെ അനുഭവമുണ്ടെങ്കിലും അവരെക്കുറിച്ച് വായിക്കുന്നത് അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നവരാണ്. അപ്പോൾ ഈ പ്രവാസികളെക്കുറിച്ചും പരദേശികളെക്കുറിച്ചും തിരുവെഴുത്ത് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്തിൽ മേൽക്കുമേൽ ബലം പ്രാപിക്കണം എന്നുള്ളതാണ്. എബ്രായർ 11-9 വായിക്കുമ്പോൾ, എബ്രായർ 11-9 അവർ വിശ്വാസത്താൽ കൂടാരങ്ങളിൽ പാർത്തു. അപ്പോൾ വിശ്വാസത്താലുള്ള ജീവിതം നയിക്കുന്നവരായിരുന്നു അവർ എന്നുള്ളത് അവിടെ നിന്ന് വ്യക്തമാണ്. 11-10, എബ്രായർ 11-10 അവർ കർത്താവിന് ആ നഗരത്തിനായി നാം വായിച്ചു കേട്ടതുപോലെ കാത്തിരുന്നു, നഗരത്തിനായി കാത്തിരുന്നു. അപ്പോൾ ക്രിസ്തുവിനെ കാത്തിരുന്ന ഒരു ജീവിതമായിരുന്നു അവരുടെ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പത്രോസിൻ്റെ ലേഖനം തന്നെ 1-17 നാം വായിച്ചു, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ജീവിതമായിരുന്നു പരദേശികളിൽ നിന്നും പ്രവാസികളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല സങ്കീർത്തനം 119-54 നമുക്ക് പരിചയമുള്ളതാണ്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനങ്ങളാണ്. ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവരാണ് പരദേശികൾ, പ്രവാസികൾ എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അവരുടെ ഇടയിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ, ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പോൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കേണ്ടവരാണ് പ്രവാസികളും പരദേശികളും എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട്
വിട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടി വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. 2 കൊരിന്ത്യർ 5:8 നാം വായിക്കുന്നു. അപ്പോൾ സ്വന്തം ദേശത്തെത്തുവാൻ അധികം ഇഷ്ടപ്പെടുന്നവരാണ് പരദേശികളും പ്രവാസികളും എന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എബ്രായർ 11:8 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങൾക്ക് കീഴ്പ്പെടാനായിട്ട് മനസ്സില്ലാത്തവരാണ് ഈ പ്രവാസികളും പരദേശികളും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ കാര്യം ഒടുവിലായി പറഞ്ഞ അടുത്ത പാഠത്തിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. മത്തായി 6:31-32 നാം വായിക്കുന്നുണ്ട്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത് എന്നുള്ള നാം അവിടെ വായിക്കുന്നുണ്ട്. ഇന്നുള്ളതും എന്തെടുക്കും, എന്ത് കുടിക്കും, എന്ത് തിന്നും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് വായിക്കുന്നു. അപ്പോൾ വിചാരപ്പെടുവാൻ ആവശ്യമില്ലാത്ത ഒരു ജീവിതമാണ് ഈ പരദേശികളുടെയും പ്രവാസികളുടെയും എന്നിങ്ങനെ നമുക്ക് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇനിയും ആ ലിസ്റ്റ് കൂട്ടാനായിട്ട് സാധിക്കും. ഞാനൊന്ന് ജസ്റ്റ് ഓടിച്ചൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പരദേശികളാണ്, പ്രവാസികളാണ് എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ നാം നമ്മുടെ സ്വന്തം ദേശത്തിലല്ല വസിക്കുന്നത് എന്നുള്ള ചിന്ത, അവനോട് എത്തിച്ചേരുവാൻ നാം അധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ള ആ ബോധ്യം നമ്മെ ഭരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വിട്ടകലാനായിട്ട് സാധിക്കും എന്നാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിച്ചത്. 4-ാമത്തെ പാഠത്തിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. 4-ാമത്തെ പാഠം അവിടെ തന്നെ നാം വായിക്കുന്നുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ക്രിയാപദമാണ് ഈ ആശയം, ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പോരാട്ടമുള്ളതിനാൽ. നമ്മവിടെ വായിക്കുന്നുണ്ട് പോരാടുന്ന എന്നുള്ളത്, പോരാടുന്ന. എഫേസ്യ ലേഖനത്തിൽ നാം ഇതിന് സമാനമായ പ്രയോഗം കാണുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നവിടെ കാണുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ പോരാട്ടത്തിനുള്ള ആയുധങ്ങൾ ജഡീകങ്ങളല്ല. അപ്പോൾ ജഡരക്തങ്ങളോടല്ല പോരാട്ടമുള്ളത്, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളും ജഡീകങ്ങളല്ല എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ പോരാട്ടമുള്ളത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. എന്നാൽ 2 പേജ് പിറകോട്ട് നാം പോയാൽ യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? അപ്പോൾ നമ്മുടെ ഈ പഴയ മനുഷ്യൻ, അല്ലെങ്കിൽ ആ ആദാമ്യ സ്വഭാവം, അല്ലെങ്കിൽ പഴയ പ്രകൃതി, അവിടെയാണ് പ്രശ്നമുള്ളത്. അതിനോടും നമുക്ക് രക്ഷിക്കപ്പെട്ടപ്പോൾ ലഭിച്ച പുതിയ പ്രകൃതി, ഇത് തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് ഇവിടെ നാം കാണുന്നത്. ഇങ്ങനെയുള്ള പോരാട്ടം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. നമ്മളതൊക്കെ അനുദിനം അനുഭവിക്കുന്നവരാണ്. അങ്ങനെ പോരാട്ടമുള്ളത് കൊണ്ട് നാം വിട്ടകലുന്നില്ലെങ്കിൽ ഈ പഴയ മനുഷ്യൻ ശക്തിപ്പെടാനും നാം ഫലം കായ്ക്കാത്തവരായി തീരാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നാം ഒരു ആത്മീക പോർക്കളത്തിൽ ഉള്ള പോരാളികളാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ദുർമോഹങ്ങളോടാണ് നാം പോരാടേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ നിന്ന് വ്യക്തമാണ്. ഇതിനെക്കുറിച്ച് D.L. മൂഡി എന്ന കർത്തദാസൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ അറിയുന്ന ഏതൊരു വ്യക്തിയേക്കാളും എനിക്ക് കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് D.L. മൂഡിയാണ്. അദ്ദേഹം എഴുതി ഇങ്ങനെയാണ്, ഞാൻ അറിയുന്ന ഏതൊരു വ്യക്തിയേക്കാളും കുഴപ്പക്കാരൻ ഞാൻ തന്നെയാണ്. ഞാൻ അറിയുന്ന ഏതൊരു വ്യക്തിയേക്കാളും എനിക്ക് കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്നത് D.L. മൂഡിയാണെന്നുള്ളത്. അപ്പോൾ നാം തന്നെയാണ്, നമ്മുടെ ജഡം തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പക്കാരൻ, പ്രശ്നക്കാരൻ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് മനസ്സിലാക്കാനായിട്ട് സമയം കടന്നു പോകുന്നുവെങ്കിലും ഇതിൻ്റെ ശരിക്കർത്ഥം മനസ്സിലാക്കാൻ സഹോദരൻ ജോൺ കുര്യൻ എഴുതിയ ദൈവം എന്നിൽ പ്രസാദിക്കുന്നത് എപ്പോൾ എന്നുള്ള പുസ്തകത്തിൽ ഉള്ളിലെ ശത്രു പുറത്തു കിടക്കാൻ എന്ന് പറയുന്ന ഒരു ഉദാഹരണം താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരിക്കും ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുവാനായിട്ടും കുറേ കൂടെ ശ്രദ്ധയോടെ ജീവിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ്. അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പണ്ട് കാലത്ത് രാജാക്കന്മാർ വേട്ടയ്ക്ക് പോകുമ്പോൾ കുറച്ച് അനുചരന്മാരെ കൂടെ കൊണ്ടുപോകും. അത് കാടിളക്കുവാനായിട്ടാണ്. അപ്പോൾ കാട്ടിലുള്ള ആ മൃഗങ്ങളെ പടക്കം പൊട്ടിച്ചോ ചെണ്ട കൊട്ടിയോ അവരത് ശബ്ദം കേൾപ്പിക്കുമ്പോൾ അവിടെയുള്ള ആ മൃഗങ്ങൾ പുറത്ത് ചാടുമ്പോൾ രാജാവിനും കൂട്ടർക്കും വെടിവെക്കാനായിട്ട് എളുപ്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ പടക്കം പൊട്ടിച്ച് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ
ഉപയോഗിക്കുമ്പോൾ ആ ശത്രുക്കൾ പുറത്തു ചാടിച്ച ഈ വ്യക്തികളോട് ഈ രാജാവിന് ഒരിക്കലും വിരോധമില്ല, പകരം അവരെ അഭിനന്ദിക്കുകയും അവരോട് നന്ദിയും കടപ്പാടുമാണ് രാജാവ് പ്രകടിപ്പിക്കുന്നത് എന്ന് താൻ എഴുതിയിട്ടുണ്ട്. തുടർന്ന് പറയുന്നതാണ് നമ്മോടുള്ള ബന്ധത്തിൽ വളരെ പ്രസക്തമായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ ഉദാഹരണം ഒരു താരതമ്യം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഈ ജഡമാകുന്ന അല്ലെങ്കിൽ നാം ആകുന്ന ഈ കാട്ടിൽ ഇതിൽ നിന്ന് പുറത്തു ചാടുന്ന കോപം, ഈർഷ്യ മുതലായ കടുവകൾ, നമ്മുടെ ഉള്ളിലുള്ള കോപത്തെയും ഈർഷ്യയെയും ഈർഷ്യ പോലെയുള്ള കടുവകൾ, വന്യമൃഗങ്ങൾ, ക്രൂര സ്വഭാവമുള്ള ഈ മൃഗങ്ങളെ പുറത്തു ചാടിക്കാനായിട്ട് ദൈവം ചില ആളുകളെ ഉപയോഗിക്കും. അപ്പോൾ ദൈവം ചില ആളുകൾ ഉപയോഗിക്കുമ്പോൾ നാം പുറത്തു ചാടുന്ന ഈ കടുവകളെയും അതുപോലെ ഈ ഈർഷ്യകളെയും കൈകാര്യം ചെയ്യുന്നതിന് പകരം ആ പുറത്ത് ചാടിച്ചവരോട് കയ്പും വിരോധവുമാണ് വെച്ച് പുലർത്താനായിട്ട് അത് വളരെ അപകടകരമാണ് എന്നുള്ളതാണ് താൻ പറഞ്ഞത്. ഈ പുറത്ത് ചാടിക്കുന്നവർ ഒരു നിമിത്തം മാത്രമാണ്, ഒരു ഉപാധി മാത്രമാണ്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഡി.എൽ. മൂഡി പറഞ്ഞതുപോലെ നാം തന്നെയാണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിനുള്ളിൽ നിന്ന് വരുന്ന ഈ കാര്യങ്ങളുടെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യാതെ അതിന് കാരണക്കാരായവരെ മെക്കിട്ട് ചാടുന്നതും അവരെ കുറ്റം ആരോപിച്ച് അവരെ വിരോധികളായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു ചിത്രം അദ്ദേഹം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് വായിക്കാനിടയായിട്ട് തീർന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു വലിയ പാഠം പഠിക്കാനായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ഈ ദുസ്വഭാവങ്ങളെ, ഈ ജഡത്തിൻ്റെ മോഹങ്ങളെ, ജഡത്തിൻ്റെ പ്രവൃത്തികളെ അത് ഉണർത്താനായിട്ട് പല സാഹചര്യങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ ഓരോരുത്തരെ ഇടയായിട്ട് തീർന്നു എന്ന് വന്നേക്കാം. ഒരു പക്ഷേ പിശാചായിരിക്കാം അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള നെഗറ്റീവ് പുറത്തു ചാടിക്കാനായിട്ട് ദൈവമോ അല്ലെങ്കിൽ പിശാച് ഉപയോഗിക്കുന്ന ഈ വ്യക്തികളോട് വിരോധം പുലർത്താതെ നമ്മളുള്ള ഈ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനെ കൈകാര്യം ചെയ്യുവാൻ ഈ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ അതിജീവിക്കാൻ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കേണ്ടതാണ്. അതിന് വാച്ച്മാൻ നീ എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു ഉദാഹരണമാണ്. അത് സംക്ഷിപ്തമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ ഈ ജഡസ്വഭാവത്തെ, ഈ കോപത്തെയും ഈർഷ്യയെയും ജഡത്തിൻ്റെ പ്രവൃത്തികളെയൊക്കെ നല്ല നല്ല ഉപദേശങ്ങളൊക്കെ തന്ന് സ്വഭാവത്തിലൊരു പരിഷ്കരണം നടത്തുന്ന ഒരു പ്രമാണമല്ല തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വാച്ച്മാൻ നീ എഴുതിയ പുസ്തകത്തിലെ ആ ഉദാഹരണം വളരെ നമ്മളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കുറേ നല്ല നല്ല ഉപദേശങ്ങൾ പറയുന്ന സ്വഭാവവൽക്കരണം നടത്തുന്ന ആളുകളൊക്കെയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു രീതിയല്ല തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. കർത്താവ് പറയുന്നത് കർത്താവിൻ്റെ ജീവൻ നമ്മിൽ വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്ന് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ അവൻ്റെ ജീവനിൽ നിന്ന് ഉളവാകുന്ന ആ പുതിയ മനുഷ്യൻ്റെ സ്വഭാവമാണ്. അത് മനസ്സിലാക്കാൻ വാച്ച്മാൻ എഴുതിയിരിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത് പക്ഷിക്കും മത്സ്യത്തിനും ജീവനുണ്ട്. പക്ഷിക്കുള്ള ജീവൻ അതുകൊണ്ട് പറക്കാൻ സാധിക്കുന്നു, മത്സ്യത്തിനും ജീവനുള്ളത് കൊണ്ട് അത് ജലത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു. എന്നാൽ പക്ഷിക്ക് ജലത്തിൽ സഞ്ചരിക്കാനോ മത്സ്യത്തിന് പക്ഷിയെ പോലെ വിഹായസിൽ പറക്കാനോ സാധിക്കുകയില്ല. ഇനി അങ്ങനെ സാധിക്കണമെങ്കിൽ പക്ഷിയുടെ ജീവൻ മത്സ്യത്തിനും മത്സ്യത്തിൻ്റെ ജീവൻ പക്ഷിക്കും വരണം എന്നുള്ളതാണ്. അത് താരതമ്യം എടുത്ത് താൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തി ഈ പക്ഷിക്ക് മത്സ്യത്തെ പോലെ ജലത്തിൽ സഞ്ചരിക്കാനായിട്ട് മത്സ്യത്തിൻ്റെ ജീവൻ പക്ഷിക്ക് വേണ്ടതുപോലെ ഈ പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് ജയിക്കാൻ, ഈ ജഡത്തോടുള്ള പോരാട്ടങ്ങളെ ജയിക്കാൻ ക്രിസ്തുവിൻ്റെ ജീവൻ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ജീവൻ നമുക്ക് സമൃദ്ധമായ രീതിയിൽ അനുഭവിക്കാൻ ഓരോ ദിവസവും സാധിക്കുമ്പോൾ ഈ പാപ പോരാട്ടത്തെ ജയിക്കാനായിട്ട് സാധിക്കും. ഒരു മത്സ്യം അത് പറക്കാനായിട്ട് പക്ഷിയുടെ ജീവൻ അതിന് ലഭിക്കുമ്പോൾ സാധിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ സമൃദ്ധമായ രീതിയിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അതിന് സാധിക്കുമെന്നാണ് വാച്ച്മാൻ നീ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഗലാത്യർ 2:20 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ എത്രയെന്നുള്ളതാണ്. അതിൻ്റെ പ്രായോഗികമായി പൗലോസിന് സാധിച്ചതിൻ്റെ രഹസ്യമാണ് അത് വായിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു പാഠം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് വിട്ടകലനം? ഒരു കാര്യം കൂടെ ആ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനെ അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു.
പ്രബോധിപ്പിക്കുന്നു. പ്രബോധനമുള്ളതിനാൽ ഞാനും നിങ്ങളും വിട്ടകലണം. എന്തിനുള്ള പ്രബോധനമാണ്? അകത്തും. അതാണ് 11-ാമത്തെ ഈ പ്രബോധനം 11, 12 വാക്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അകത്തുള്ള ശിക്ഷണത്തെക്കുറിച്ചാണ് 11-ൽ പറയുന്നത്, പുറത്തുള്ള ശിക്ഷണത്തെക്കുറിച്ചാണ് 12-ൽ പറയുന്നത്. നിങ്ങളുടെ നടപ്പ്, നല്ല പ്രവൃത്തികൾ എന്നുള്ളതൊക്കെ പുറത്തുള്ള ബാഹ്യപരമായ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അകത്തും പുറത്തും ശിക്ഷണമുള്ള ഒരു ജീവിതം നയിക്കണം. അതിനുള്ള ഒരു പ്രബോധനമാണ് തിരുവെഴുത്ത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നാം ഗൗരവമായിട്ട് എടുക്കുമ്പോൾ വിട്ടകലാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ പറയാനായിട്ട് ശ്രമിച്ച കാര്യം എന്ന് പറയുന്നത്, ഈ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫലം കായ്ക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഫലം കായ്ക്കുന്നവരാകണം എന്നുള്ളത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഫലം കായ്ക്കുന്നവരാകാൻ സാധിക്കുക? വിട്ടകലുന്നതിലൂടെ എന്നുള്ളത് നാം അവിടെ നിന്ന് ചിന്തിക്കാനിടയായിട്ട് തീർന്നു. എന്തുകൊണ്ട് വിട്ടകലനം? 5 കാര്യങ്ങളാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞത്. 1, നാം ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവരായതുകൊണ്ട് അവനെ അപ്രിയമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടകലേണ്ടത് ആവശ്യമാണ്. 2, പ്രവാസികളാണ്. നമ്മുടെ സ്വന്തം ദേശം ഇവിടെയല്ല, അതുകൊണ്ട് നാം വിട്ടകലേണ്ടത് ആവശ്യമാണ്. നാം പരദേശികളാണ്, അല്പകാലം മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് നാം വിട്ടകലേണ്ടത് ആവശ്യമാണ്. നമുക്ക് പോരാട്ടമുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവൻ നാം അനുഭവിക്കുമ്പോൾ നമുക്കും ഈ പാപപ്രമാണത്തെ ജയിക്കാനായിട്ട് സാധിക്കും. 5, പ്രബോധനമുള്ളതിനാൽ. പ്രബോധനം എന്തിനാണ്? അകത്തും പുറത്തും ശിക്ഷണമുള്ള ജീവിതം നാം കാഴ്ചവെക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ വിട്ടകലാൻ സാധിക്കും. അത് ഫലകരമായ ജീവിതത്തിന് നമ്മെ സഹായിക്കും. അതിനായിട്ട് വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാണ്.